വിജയം കണ്ടെത്താൻ എന്തൊക്കെ മാർഗങ്ങളുണ്ട്? അത് നമുക്കൊരു ഗോൾ ഉണ്ടാകുക എന്നുള്ളതാണ്. ഒരു ലക്ഷ്യം വേണം. സോ ലക്ഷ്യമുണ്ടെങ്കിൽ നമ്മൾ ഉഴപ്പാതിരിക്കും. നമ്മളതനുസരിച്ച് നമ്മുടെ ഒരു ടൈം, എനർജി എല്ലാം ചാനലൈസ് ചെയ്യും. അതാണ് ആദ്യം ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം, അതിനുവേണ്ടി പരിശ്രമിക്കാനുള്ളൊരു മനസ്സുണ്ടാവുക. സോ കഠിനാധ്വാനം ചെയ്യാനുള്ളൊരു മനസ്സും പ്രായോഗികമായിട്ടുള്ള കഠിനാധ്വാനം ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ മാർഗം. ഓക്കെ, മാമിൻ്റെ വിജയപാതയിൽ രക്ഷിതാക്കളുടെ പങ്കൊന്ന് വിവരിക്കാമോ? ഞാൻ 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയൊരു കുട്ടിയാണ്. ആൻഡ് എനിക്ക് എക്കണോമിക്സ് ആണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടിലുള്ള എൻ്റെ മദറൊന്നും അത് എതിർത്തില്ല. ഷി വാസ് ഫൈൻ വിത്ത് ദാറ്റ്. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ മദറിനോട് പറഞ്ഞൊരു കാര്യം, ചോദിച്ചൊരു കാര്യം, പഠിക്കാൻ ഇത്രയും മിടുക്കിയായൊരു കുട്ടി എന്തിനാണ് നിങ്ങൾ കൊമേഴ്സ് എടുക്കാൻ സമ്മതിച്ചത് എന്നാണ്. അപ്പോൾ അവരുടെ ഒരു ആഗ്രഹങ്ങൾ എന്നിൽ അടിച്ചേൽപ്പിക്കാതെ എൻ്റെ ഒരു ആഗ്രഹത്തിനെ റെസ്പെക്റ്റ് ചെയ്ത് എന്നോട് മുന്നോട്ട് പോകാൻ പറഞ്ഞതാണ് അവർ ചെയ്ത ഏറ്റവും വലിയ റോള്. അപ്പാർട്ട് ഫ്രം ദാറ്റ്, എൻ്റെ മദർ ഒരിക്കലും എന്നെ വേറൊരു കുട്ടിയെ വെച്ച് കമ്പയർ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ നീ ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു എന്നോട് പറഞ്ഞത്. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ അവരുടെ. ശ്രീനാരായണ എഡ്യൂക്കേഷൻ ട്രസ്റ്റിൻ്റെ ചെയർമാൻ ശ്രീ ഗിരീഷ് കൊന്നട്ട, പ്രിൻസിപ്പൽ ശ്രീമതി ജയലക്ഷ്മി ബി, ഏറ്റവും പ്രിയപ്പെട്ട IAS നേടി നമ്മുടെ നാടിൻ്റെ അഭിമാനമായിരിക്കുന്ന അൽ ജമീല അവർ, പ്രിയപ്പെട്ട ശ്രീ അസീം ബി പണിക്കർ, ശ്രീ ഷിബു MK, അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇൻസ്പിറേഷനാണ്. IAS എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ എക്കണോമിക് സർവീസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മികച്ച ഒരു എക്സാമാണ്. അത് 12th റാങ്കാണ്. 12th റാങ്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ 12ാമത്തെ സ്ഥാനം. 150 കോടി ജനങ്ങൾ അതിനൊരു എക്സാം നടത്തി 12ാം സ്ഥാനം കിട്ടുക വെച്ചാൽ ചെറിയ കാര്യമല്ല. അപ്പോൾ അങ്ങനൊരു നിങ്ങളുടെ മുന്നിലൊരു മോഡലിനെ ഈ സ്കൂളിന് നിങ്ങൾക്ക് മോഡലായി കൊണ്ടുവരും, നിങ്ങൾക്ക് ഓരോരുത്തരും മാതൃകയാക്കുക. ഇതേപോലെ ആവണം. ഗിരീഷ് പറയാതെ പറയുന്നത് അല്ലേ? അദ്ദേഹത്തിന്റെ ഉദ്ദേശിച്ചത് നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ ഉയർന്നു വന്ന് നമ്മുടെ പുതുപ്പള്ളിക്കും നമ്മുടെ കോട്ടയത്തിനും നമ്മുടെ കേരളത്തിനുമൊക്കെ അഭിമാനമായി മറ്റുള്ളവരെ സേവിക്കുവാനും മറ്റുള്ളവരെ സഹായിക്കുവാനും നിങ്ങളെ പ്രേരിപ്പിക്കാൻ വേണ്ടിയാണ് ഈ മീറ്റിംഗ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു പോസിറ്റീവ് മെസ്സേജ് നിങ്ങൾ തരുന്നു. പഠിക്കണം, പഠിത്തത്തിനോടൊപ്പം കളി വേണം, മറ്റ് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ മാറ്റണം. അങ്ങനെ മാറ്റി ഇതേപോലെ ഉയർന്നു വരണം. നമ്മുടെ സമൂഹത്തിൽ നന്മ ചെയ്യുക, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക. നിങ്ങളുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളുടെ പൊട്ടൻഷ്യൽ ലോകം കീഴടക്കാൻ ശക്തിയുള്ളതാണ്. ഇന്ത്യ മാത്രമല്ല, ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് എക്സാമിനേഷൻ വേണ്ടിയാണ് അൽ ജമീല വന്നിരിക്കുന്നതെങ്കിൽ നാളെ നിങ്ങൾക്ക് അതും അതിലേറെ പോകാൻ സാധിക്കും. നിങ്ങളുടെ പൊട്ടൻഷ്യൽ ഇതാണ്. നമ്മുടെ നാട്ടുകാരനാണ് ഒരു പാമ്പാടിക്കാരൻ തോമസ് കുര്യൻ, ഗൂഗിൾ ക്ലൗഡിന്റെ CEO ആണ്. ഗൂഗിൾ ക്ലൗഡിന്റെ നമ്മുടെ നാട്ടുകാരൻ. ഞാൻ പറയുന്നത് അവിടെ വരെ പോണ്ടി വന്നു. പക്ഷെ നാളെ നിങ്ങൾ ഓരോരുത്തരും ഇവിടെ നിന്നുകൊണ്ട് CEOമാരായും ഗ്ലോബൽ ലീഡേഴ്സായിട്ട് വരണം. ആ ഒരു പ്രവർത്തനമാണ് നമ്മൾ നടത്തുന്നത്. ആ ഒരു തരത്തിലുള്ള ഒരു മുന്നോട്ടുള്ള പോക്ക്, ആ ഒരു ഇൻസ്പിറേഷനാണ് പുള്ളിക്കാരൻ നിങ്ങൾക്ക് വരുന്നത്. കഠിന പ്രയത്നം കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. ഫുൾ ഫോക്കസ്. ഏത് കാര്യം ചെയ്യുന്നു, നിങ്ങളിപ്പോൾ ഫുട്ബോൾ ആണെങ്കിൽ ഫുട്ബോൾ, നിങ്ങൾ ആളുകളുടെ സമീപനത്തിൽ അച്ഛൻ വരച്ച വഴിയിലൂടെ സഞ്ചരിക്കുന്ന പ്രിയപുത്രൻ, നമ്മൾ പ്രത്യേകിച്ച് ഞാൻ വിളിച്ചാൽ എല്ലാ പരിപാടിയും ഇപ്പം എല്ലാവരും പൊതുവെ പറയുന്നത് ഗിരീഷ് കോനാട്ടിൻ്റെ ആളാണ് ചാണ്ടി ഉമ്മൻ സാർ എന്നാണ്. അപ്പോൾ സ്നേഹത്തോടെ വളരെ പെട്ടെന്ന് അറേഞ്ച് ചെയ്തൊരു പരിപാടിയാണെങ്കിലും ഈ സമയത്ത് ഓടിച്ചെന്ന് വളരെ ചുരുക്ക സമയം നമ്മളോടൊപ്പം ചെലവഴിക്കുവാനും നമ്മുടെ ഈ പ്രത്യേകിച്ചും നമ്മുടെ നാടിൻ്റെ അഭിമാനമായി മാറിയ ഈ ജമീലയ്ക്ക് നൽകുന്ന സ്നേഹാദരവ് സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ അദ്ദേഹം എത്തിയതിൽ നമുക്കേറെ സന്തോഷമുണ്ട്. കുട്ടികളുടെ പാഠ്യ വിഷയങ്ങളിലും പാഠ്യേതര വിഷയങ്ങളിലും ഒക്കെ ഒരുപാട് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ കാഴ്ചവെച്ച് കടന്നു വരികയാണ്. വളരെ യാദൃശ്യമായിട്ടാണ് നമുക്ക് 2 ഗസ്റ്റുകളെ നമ്മൾ ഇന്ന് അറേഞ്ച് ചെയ്തത്. നമ്മുടെ PTA മീറ്റിങ്ങിനോടൊപ്പം തന്നെ നമ്മുടെ നാടിൻ്റെ അഭിമാനമായി മാറിയ അൽ ജമീല എന്ന പത്ര ദൃശ്യമാണ്. Commemorates the day India adopted its constitution in 1915, marking the nation transition to democratic republic, where citizens enjoy the fundamental rights and the freedoms.
It's a day to honor sacrifice of freedom fighters and showcase India's rich culture, diversity through paradise and celebrations across the country. As a tribute to our country, I invite grade 8 and 9 students for പുതുപ്പള്ളി ശ്രീനാരായണ സെൻട്രൽ സ്കൂളിൽ ഇതുപോലെ ഒരു ആദരവ് നൽകുവാനും സ്വീകരണം നൽകുവാനും ഇവിടുത്തെ മാനേജ്മെൻറ്റ് സാധിച്ചിട്ടുണ്ട്. ഇതിന് എല്ലാ മാർഗങ്ങളും ഇതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത നമ്മുടെ സ്കൂളിൻ്റെ അധ്യാപകർ, അനധ്യാപകർ എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നമ്മുടെ ജമീല മാഡത്തിന് സ്കൂളിൻ്റെ പേരിലുള്ള അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം. നിങ്ങൾക്ക് നമസ്കാരം. ജമീലയെ ഇവിടെ വിളിച്ച് ആദരിക്കാൻ നിങ്ങൾ കാണിച്ച ഒരു ഇൻറ്റൻഷൻ, അത് എന്തുകൊണ്ടാണ് എന്ന് കൃത്യമായി ബഹുമാനപ്പെട്ട MLA ചാണ്ടി ഉമ്മൻ സാർ പറഞ്ഞിരുന്നു. നമ്മുടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് പല മാർഗങ്ങൾ കാട്ടിക്കൊടുക്കാൻ മാതാപിതാക്കളും അധ്യാപകരും മാനേജ്മെൻറ്റും ഒക്കെ പ്രതിജ്ഞാബദ്ധമാണ്. നമുക്കറിയാം, നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ നമുക്ക് സ്ഥിരം സഞ്ചരിച്ച് വഴികൾ നമുക്കറിയാമെങ്കിലും ദിശാബോർഡുകൾ എപ്പോഴും ഒരു റോഡിന് ആവശ്യമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഉള്ള ദിശാബോർഡുകൾ. അതുകൊണ്ടാണല്ലോ ചരിത്രം പഠിപ്പിക്കുമ്പോൾ നമ്മൾ വലിയ മഹാന്മാരുടെ ചരിത്രങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്. പലപ്പോഴും അതിൻ്റെ അന്തസത്തയിലേക്ക് കുഞ്ഞുങ്ങൾ ഇറങ്ങിച്ചെല്ലുന്നില്ല എന്ന് ഒരു പരിദേവനമുണ്ട്. കാരണം ഇതൊക്കെ പഠിക്കുന്നത് എന്തോ കാണാപ്പാഠം പഠിച്ച് മാർക്ക് മേടിക്കേണ്ട ഒരു കഷ്ടപ്പാടിലേക്കാണ് പലപ്പോഴും കുഞ്ഞുങ്ങൾ ചിന്തിച്ചു വെക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ അതിനകത്തുള്ള മൂല്യം തിരിച്ചറിയാനും എങ്ങനെയാണ് ഈ മഹാന്മാർ അങ്ങനൊരു മഹത് വ്യക്തിത്വം നിർമ്മിച്ചെടുത്തതും അവരതിലേക്ക് എത്തിപ്പെട്ടതും അവരുടെ ശ്രമങ്ങൾ ഇങ്ങനെയുള്ളത് വരാൻ പോകുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക വഴി ആ കുഞ്ഞുങ്ങളും നാളെ ഈ രാജ്യത്തിൻ്റെ മഹത് വ്യക്തിത്വങ്ങളായി മാറാൻ വേണ്ടിയാണ് ഇവിടെ മാതാപിതാക്കളും അധ്യാപകരും എല്ലാം ചേർന്നുള്ള ശ്രമങ്ങൾ ഒരുക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ സ്വപ്നം ഉണ്ടാവണം, തീർച്ചയായും ഉണ്ടാവണം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഒരു ഡെസ്റ്റിനേഷൻ അത് നിങ്ങളുടെ സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ അത് ഫിക്സ് ചെയ്ത് വെക്കണം. വഴി തെറ്റാതെ, ദിശ തെറ്റാതെ അവിടെ എത്തിച്ചേരുന്നതിന് ടീച്ചേഴ്സും മാതാപിതാക്കളും അതിന് വളവും നൽകി പ്രോത്സാഹിപ്പിക്കണം. എല്ലാ കുട്ടികളും ഈ ഒരു IAS അങ്ങനെ ഒരു ലെവലിലേക്ക് പോകുന്നവരല്ല. പക്ഷേ ഓരോ കുട്ടിക്കും ഓരോ കഴിവുണ്ട്. അത് നമ്മൾ മാതാപിതാക്കളും ടീച്ചേഴ്സും കണ്ടെത്തണം, അത് പ്രോത്സാഹിപ്പിക്കണം. ഇന്ന് ഈ യോഗത്തിൽ ഇവിടെ എല്ലാവർക്കും നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. അപ്പോൾ നമ്മുടെ ചെയർമാൻ ഗിരീഷ് സാർ ഇങ്ങനെ ഒരു ആളെ ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ കുട്ടികൾക്കെല്ലാം മോഡലായി ഇൻസ്പിറേഷനായി ഇവിടെ കൊണ്ടുവന്നതിന് സാറിനോട് വളരെയധികം നന്ദി പറയുന്നു. നമ്മുടെ MLA, ബഹുമാനപ്പെട്ട MLA ഒരുപാട് തിരക്കുകൾക്കിടയിലും നമ്മളുടെ കൂടെ ഇവിടെ എത്തി. സാറ് തിരക്ക് കാരണം സാറിന് പോകേണ്ടി വന്നു. എങ്കിലും സാറിൻ്റെ അസാന്നിധ്യത്തിലും സാറിനോടുള്ള നന്ദി ഞാനിവിടെ പറയുകയാണ്. ഞങ്ങളുടെ കുട്ടികൾക്ക് ഇൻസ്പിറേഷനായി മാമിൻ്റെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുന്നതിന് ഒരുപാട് ഞാൻ 2015 10th പാസ്സായ ഒരാളാണ്. ഒരു 10 years കഴിഞ്ഞു. ഇപ്പോൾ 10th ക്ലാസ് കഴിഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ ടീച്ചേഴ്സിനോട് ഞാനിപ്പോൾ തിരിച്ച് സ്കൂളിൽ ചെന്ന് സംസാരിക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യം,
ഒരു റെസ്പെക്റ്റിന്റെ എലമെന്റ് കുറയുന്നു എന്നുള്ളതാണ്. ലൈക്ക് ഞങ്ങളൊക്കെ ഉള്ളൊരു സമയത്ത് അവർക്ക് കിട്ടിയിരുന്ന ഒരു റെസ്പെക്ട്, അല്ലെങ്കിൽ ഞങ്ങൾ അവരോട് ട്രീറ്റ് ചെയ്ത ഒരു രീതിയിൽ നിന്ന് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടാണ് ഇപ്പോഴത്തെ കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്നത്. ബട്ട് ദെൻ അഗെയിൻ ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ പഠിച്ചിരുന്നൊരു സമയത്ത് ഓൺലി സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ വാസ് അവർ ടീച്ചേഴ്സ്. ഞങ്ങളുടെ ടീച്ചേഴ്സ് പറയുന്നത് മാത്രമായിരുന്നില്ല, കൂടി പോയൊരു ട്യൂഷൻ ക്ലാസ്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇൻഫർമേഷൻ എവിടെ നിന്ന് വേണമെങ്കിലും കിട്ടും. ChatGPT എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്, ഇന്റർനെറ്റ് എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്, യൂട്യൂബ് വഴി പഠിക്കുന്നുണ്ട്. സോ മാറി വരുന്നൊരു സമ്പ്രദായത്തിൽ കുറച്ചും കൂടെ വേണ്ടത് ഒരു ബിഹേവിയറൽ മര്യാദയാണ്. അതെല്ലാവരിൽ നിന്നും, നോട്ട് ജസ്റ്റ് ഫ്രം ദ സ്റ്റുഡൻസ്, പക്ഷേ സ്റ്റുഡൻസും ടീച്ചേഴ്സും പേരൻസും കൺസേൺഡ് ആയ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ബിഹേവിയറൽ സെൻസാണ് കൊണ്ടുവരേണ്ടത്. താങ്ക് യു. ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ മാനേജ്മെന്റിനോടുള്ള എൻ്റെ എല്ലാവിധ നന്ദിയും ഞാൻ രേഖപ്പെടുത്തുന്നു. ഇതുപോലെയുള്ള വിശിഷ്ട വ്യക്തികളോടൊപ്പം വേദി പങ്കിടാൻ സാധിച്ചത് എന്നെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു നിമിഷമാണ്. സാറ് സംസാരിച്ചപ്പോൾ ആർക്കും അതിനൊന്നും മനസ്സിലായില്ല, ആരും ഒന്നും ഗെയിൻ ചെയ്തില്ല. ഇല്ല, ഗെയിൻ ചെയ്തു. അപ്പൊ എന്താ ചെയ്തേ? ഓക്കെ, ആ കുട്ടിക്ക് ഒരു നല്ല കൈയടി കൊടുത്തു. ആ കുട്ടിയല്ലേ? ഇനി വേറെ എന്ത് പോയിന്റാ പറഞ്ഞു സാറ്? ഓക്കെ, ലീവ് ഇറ്റ്. അപ്പോ മാമിനെ ഇൻസ്പിറേഷൻ ആക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇൻസ്പിറേഷനായ കുറേ വിശിഷ്ട വ്യക്തികളാണ് നമ്മുടെ കൂടെ വേദിയിലുള്ളത്. ഒരു വ്യത്യസ്തമായ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാളാണ് ശ്രീ ഗിരീഷ് കോനാട്ട്, നിങ്ങളുടെ സ്കൂൾ ചെയർമാൻ. അദ്ദേഹത്തിന് എനിക്ക് ചെറുപ്പം മുതലേ അറിയാം, ഞാൻ ഗിരീഷ് അങ്കിൾ എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു സംരംഭത്വ മികവും സാംസ്കാരിക മികവും നിങ്ങളുടെ സ്കൂളിന് ഒരുപാട് ഗൈഡൻസ് നൽകുന്ന ഒന്നായിരിക്കും. ഇപ്പോൾ പുതിയ മാറി വരുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നമ്മുടെ പോളിസിയിലൊക്കെ ഒരു ചേഞ്ച് വരികയാണ്. ഇൻഡസ്ട്രി അക്കാഡമിയ ലിങ്കേജസ് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? കുട്ടികൾ കേട്ടിട്ടുണ്ടോ? ഇൻഡസ്ട്രി അക്കാഡമിയ ലിങ്കേജസ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുവല്ല, പകരം പഠിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കുവാനുള്ള ഓപ്പർച്യൂണിറ്റീസും ഓപ്ഷൻസും നിങ്ങളുടെ സ്കൂളിന് ചുറ്റും തന്നെ ഉണ്ടാകുക എന്നതാണ് ഇൻഡസ്ട്രി അക്കാഡമിയ ലിങ്കേജസ്. ബിസിനസ് രംഗത്ത് ഇത്രയേറെ വ്യക്തിമുദ്ര പതിപ്പിച്ച ബോർഡ് മെമ്പേഴ്സ് ഉള്ള ഈ സ്കൂളിന് അങ്ങനെയുള്ള പോളിസി ചേഞ്ചുകൾ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുവാൻ സാധിക്കും. അതിനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ആൻഡ് അത്രയും തന്നെ പ്രധാനപ്പെട്ട റോളാണ് ടീച്ചേഴ്സിൻ്റേത്. ബിക്കോസ് ഒരു കുട്ടി ഒരു ക്ലാസ്സിൽ എൻ്റർ ചെയ്യുമ്പോൾ പല ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്ന് വരുന്ന കുട്ടികളാണുള്ളത്. അവരെ എല്ലാവരെയും ആ ഒരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യുക എന്നത് ഒരുപാട് ക്ഷമ വേണ്ടി വരുന്നൊരു ജോലിയാണ്. അപ്പം ഇത് ചെയ്യണമെങ്കിൽ മാതാപിതാക്കളും രക്ഷിതാക്കളും കുട്ടികളുടെയും ഇടയിൽ സ്നേഹവും വിശ്വാസവും ബഹുമാനത്തിലും ആഴ്ന്ന ഒരു ബന്ധമാണ് വേണ്ടത്. അപ്പം അങ്ങനെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. ഇനിയും ഒരുപാട് പേരെ ഈ വേദിയിൽ വന്ന് സ്വീകരണം, നിങ്ങൾ ഓരോരുത്തർക്കും ഈ വേദിയിൽ ഈ സ്കൂളിൽ നിങ്ങൾക്ക് സ്വീകരണം നൽകണം ഭാവിയിൽ. ആ രീതിയിൽ നിങ്ങൾ ഓരോരുത്തരും മുൻപോട്ട് വരണം. എന്നെ ക്ഷണിച്ച സ്കൂൾ മാനേജ്മെന്റ് എല്ലാവരോടുമുള്ള എൻ്റെ നന്ദിയും സ്നേഹവും ഞാൻ രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച്.